ഉറുദു ഡിപ്ലോമ കോഴ്സിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉറുദുവിലെ ചില അക്ഷരങ്ങൾ ഛോട്ടി ഹേ, അതുപോലെ തന്നെ ദോ ചഷ്മി ഹേ, ത്വ, സ്വ എന്നീ അക്ഷരങ്ങൾ പരിചയപ്പെടാം. അതിലാദ്യമായിട്ട് നമുക്ക് ഛോട്ടി ഹേ എന്ന് പറയപ്പെടുന്ന ഹേ പരിചയപ്പെടാം. ഇതാണ് ഛോട്ടി ഹേ അല്ലെങ്കിൽ ഹേ എന്ന് പറയുന്നത്. നോക്കാം. ഇതിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ തുടക്കത്തില്, മധ്യത്തിൽ വരുമ്പോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവസാനത്തിൽ വരുമ്പോ ഏതൊക്കെ രൂപത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹ എന്നുള്ളത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഹ, ഹേ എന്നൊക്കെ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണിത്. തുടക്കത്തിൽ വരുമ്പോൾ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത്. മിഡില് വരുമ്പോൾ, അതായത് ഒരക്ഷരത്തിന് ശേഷം എപ്പോഴായാലും വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. അവസാനം ഇതുകൊണ്ട് അവസാനിക്കുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അതല്ല, ഇനി ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, പറയാം. കൂട്ടി എഴുതുന്ന സമയത്താണ് ഈ 3 രൂപത്തിൽ വരുന്നത്. തുടക്കത്തിൽ എഴുതുമ്പോൾ, മിഡിലിൽ വരുമ്പോൾ, ദെൻ ലാസ്റ്റ് വരുമ്പോൾ. ഇനി നോക്കാം ഇത് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് വായിക്കുന്നത് ഹൽ എന്നാണ്. തുടക്കത്തിൽ വന്നതിന് ഉദാഹരണമാണ് ഇത് ഹൽ എന്നുള്ളത്. നോക്കാം. അതുപോലെ തന്നെ മിഡിൽ വന്നതിന് ഉദാഹരണമാണിത് നഹർ, നഹർ. ഇത് ലാസ്റ്റ് വന്നതിന് ഉദാഹരണമാണ് ജഗ എന്നുള്ളത്. ഇനി ഞാൻ അതിനെ ഒന്ന് എങ്ങനെ എഴുതാം എന്നുള്ളത് കാണിച്ചു തരാം. നോക്കാം. ഇവിടെ നമ്മൾ ഇതിനെ ഹ എന്നുള്ളത് എഴുതുന്നത്. ഹ, ഹ എന്നുള്ളത് ഈ രൂപത്തിലാണ് എഴുതുന്നത്. ഹ എന്നുള്ളത് ഇതിനെ ഇതാണ് നമ്മളുടെ ഛോട്ടി ഹേ എന്ന് പറയുന്ന അത്. നോക്കാം. ഇനി നമുക്ക് ഇതിനെ കൂട്ടി എഴുതുകയാണ്. ഇപ്പൊ ഈ നെഹർ എന്നിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് നോക്കാം എഴുതേണ്ടത്. ന എന്നുള്ളതിനെ നമ്മൾ ആദ്യം എഴുതി. ന, ഇതാണ് നമ്മൾ ഹേക്ക് വേണ്ടി എഴുതുന്നത്. നഹർ മിഡിൽ വന്നതായതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മൾ എഴുതുന്നത്. ഇതിനുശേഷം താഴെ ഇതാണ് ഈ ഹായുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നത്. നോക്കാം. ന, ഇത് ഹായുടേതാണ്. ഹർ, ന ഹർ, നഹർ എന്നുള്ള രൂപത്തിൽ വന്നു. ഇനി നോക്കാം. തുടക്കത്തിൽ നമ്മൾ എഴുതുന്നത് ഹ, ഹ പ്ലസ് റ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഹർ, ഹ. ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഇനി നമുക്കിവിടെ നെഹർ, നെഹർ, നെഹർ. ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ നെഹർ എന്ന് എഴുതുന്നത്. ഇനി അടുത്ത ഒരു ഇതാണ് അവസാനത്തിൽ വന്നതിന് ഉദാഹരണമായിട്ട് നഗ്മ. ഇതിനെ എങ്ങനെ എഴുതാൻ നോക്കാം. ന എടുത്തു, അടുത്ത പിന്നെ മ. നോക്കാം. നഗ്മ, ന എടുത്തു, ഗ എടുത്തു, അടുത്ത മ, ഹ. നഗ്മ എഴുതുന്നത് വരെ. അതുപോലെ നോക്കാം. അടുത്ത ഒരു അക്ഷരമാണ് ഹമേഷ. ഹമേഷക്ക് തുടക്കത്തിലും അവസാനത്തിലും ഹ ഉണ്ട്. നോക്കാം. ഇവിടെ ഹ എന്നുള്ള ആദ്യം വന്നു, ഹ എന്നുള്ള വന്നു. അതിനുശേഷം നീം എഴുതി, യ എഴുതി, ഷീൻ എഴുതി, അവസാനിക്കുന്ന ഹായിൽ തന്നെയാണ്. അപ്പോ ഇവിടെ ഹമേഷ. ഇനി അടുത്ത് നോക്കാം. ആഫ്രിക്ക. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാണ് നമ്മൾ പറയുന്നത് ആഫ്രിക്ക എന്നുള്ളത്. ആഫ്രിക്ക, ആ, അഫ്രീ, അഫ്രീ, അഫ്രീഖ. അഫ്രീഖ, അഫ്രീഖ. ഇവിടെ ഈ ഹ ആണ്, ഇതാണ് അവസാനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെ വാക്ക് നോക്കാം. നുക്ത, 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 നുഖത. ഇവിടെ നമ്മൾ ഒരക്ഷരം കൂടി പരിചയപ്പെടുകയാണ്. നമ്മൾ ഇതുവരെ നോക്കാത്തൊരക്ഷരമാണ് ത എന്നുള്ളത്. നോക്കാം. ഈ തായെ എങ്ങനെ എഴുതാം എന്നുള്ളത്. നോക്കാം. അതുപോലെ ഈ ഹായുടെ
ഏകദേശം അതേ സൗണ്ട് വരുന്ന ഒന്ന് തന്നെയാണ് ഇത്. ഹ എന്നാണ് ഇത് നമ്മൾ പറയുന്നത്. ഇത് ഹ എന്ന് പറയും. ഇതിന്റെ വ്യത്യാസം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അർത്ഥത്തിലും കാര്യമായ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഹൽ എന്ന് പറഞ്ഞാൽ പരിഹാരം എന്നുള്ള സൊല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ഇവിടെ ഹൽ എന്നാവുമ്പോൾ കലപ്പ പ്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നോക്കാം. അതുപോലെ തന്നെ ഇവിടെ താഴെ കഹ് എന്നുള്ളതാണ്. കഹ്ന പറയുക എന്നുള്ളത്. കെ എന്നാണ് ഇതിനെ നമ്മൾ ഉച്ചരിക്കുന്നത്. ഈ രൂപത്തിലുള്ളതാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ. ഇനി കുറച്ച് പദങ്ങൾ ഇതുപോലെ നമുക്ക് നോക്കാം. പർദ, ഉംദ, നഗ്മ, നാഗ, കെ, ബൽകെ, താക്കെ, ചുനാൻചെ, അഗർച്ച് ഇങ്ങനെയുള്ള പദങ്ങൾ. ഓഹ്ദ, ഗുൻജ, ഖില, അതുപോലെ തന്നെ സരിയ, ജുമ എന്നെഴുതും, പക്ഷെ ജുമാന്നേ നമ്മൾ വായിക്കുള്ളൂ. ഹമേഷ, പട്ടിയാല, കൊൽക്കത്ത, ആഫ്രിക്ക. അപ്പൊ ഇതിലായിട്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ വന്നതും മധ്യത്തിൽ വന്നതും അവസാനത്തിൽ ഹ വന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. നോക്കാം. ഹൽ, താക്കെ, നഹർ, ചുനാൻചെ, ജഗ, അഗർച്ചെ, പർദ, ഗുൻജ, നാഗ, ഖില, ഉംദ, സരിയ, നഗ്മ, ജുമ്മ, ഉഹ്ദ, ഹമേഷ, കെ, ഹൽ, ബൽകെ. ഇനി അടുത്ത രണ്ട് അക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്ന് ത്വ എന്നുള്ളതാണ്, ഒന്ന് സോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു അക്ഷരം പഠിച്ചിരുന്നു ത എന്നുള്ളത്. ഇത് ത്വ എന്നാണ്. അതുപോലെ അടുത്ത അക്ഷരമാണ് സോ എന്നുള്ളത്. ഇത് നമുക്ക് നമ്മളുടെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ബി എഴുതും പോലെയാണ് ഏകദേശം എഴുതുന്നത്. ഇത് അതിന്റെ മുകളിൽ ഒരു നുക്ത, അതായത് ഒരു പുള്ളി ഉണ്ട് എന്ന് മാത്രം. നോക്കാം. ഇതാണ് ഇതിന്റെ രൂപം. ത്വ, സോ. ഇനി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇതാണ് സോ എന്നാകുമ്പോ ഒന്നുമില്ല, അതിന്റെ മുകളിൽ ഒരു നുക്ത കൂടി ഇടണം എന്ന് മാത്രം. സോ. ഇനി നോക്കാം. ത്വ എന്നാക്കണമെങ്കിൽ എന്ത് എഴുതും? അലിഫ് ഇവിടെ ചേർത്ത് കൊടുത്താൽ ത്വ എന്നായി മാറി. ത്വാലിബ്, ത്വാഖത്ത്, ത്വാഖ്. ഈ രൂപത്തിലാണ് എഴുതുന്നത്. ഇനി സോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. ഇതിന്റെ കൂടെ ഇത് നമ്മൾ ത്വ എന്നായി, ഇപ്പൊ സോ എന്നായി. സാലിം, സാഹിർ. ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. ഇനി അടുത്ത് നോക്കാം. വതൻ, വതൻ, വതൻ. ഇതുപോലെ ഖത്ത്. ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. നോക്കാം. ഇവിടെതാണ് താഖത്ത്. ഇവിടെ രണ്ട് തായും വന്നു. നമ്മൾ ആദ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ത്വ, അതുപോലെ തന്നെ അവസാനം താഖത്ത്, വതൻ, ഖത്ത്. നോക്കാം. സാലിം, നസർ, ലഫ്സ്, ലഫ്സ്. ഇതുപോലെ ഇനി ഇവിടെ കാണിച്ചിട്ടുണ്ട് വ്യത്യാസം എന്താണ് എന്നുള്ളത്. തീൻ, ത്വീൻ. തീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം തീൻ 3, 3 എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ത്വീൻ എന്ന് പറഞ്ഞാൽ സോയിൽ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നസ എന്നുള്ളതിന് നസർ. നസർ എന്ന് പറഞ്ഞാൽ ഇതിവിടെ കാഴ്ച എന്നുള്ളതാണ്, സൈറ്റ്, ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ഇവിടെ നസർ എന്നാണ്. ഇത് ആവുമ്പോൾ നേർച്ച എന്ന അർത്ഥത്തിലാണ്, സമ്മാനം, നേർച്ച അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നസർ. ഓക്കെ, അടുത്ത് നോക്കാം. ഗലത്ത്, ഗലത്ത്, സാഹിർ, നുക്ത, തലഫുസ്, ഇന്തിസാം, ഹിഫാസത്ത്, ഖതർനാക്, തരീക, ദസ്തഖത്ത്, ദസ്തഖത്ത്. ഈ രൂപത്തിലൊക്കെയാണ് ഇതിന്റെ ഈ
മിഡിലായാലും തുടക്കത്തിലായാലും ലാസ്റ്റിലായാലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് പദങ്ങൾ നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ ത്വ അല്ലെങ്കിൽ സ ഉപയോഗിച്ചിട്ടുണ്ട്. താഖത്ത്, താഖത്ത്, തലഫുസ്, വതൻ, ഇന്തിസാം, ഖത്ത്, ഹിഫാസത്ത്, സാലിം, ഖതർനാക്, നസർ, തരീക, ലഫ്സ്, ദസ്തഖത്ത്, ഗലത്ത്, നസർ, സാഹിർ, തീൻ, നുക്ത. ഇങ്ങനെയൊക്കെയുള്ള ഈ പദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ഒരു അക്ഷരമാണ് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള ഒരക്ഷരമാണ് ദോ ചഷ്മി ഹേ എന്ന് പറയും. ദോ ചഷ്മ എന്ന് പറയുന്നത്, ചഷ്മ എന്ന് പറയുന്ന അർത്ഥം കണ്ണ് എന്നാണ്. ചഷ്മ അരുവി എന്നർത്ഥമുണ്ട്. അരുവി പറയാം, കണ്ണ് പറയാം, ചഷം. ഓക്കെ, എന്തായാലും സ്പ്രിംഗ് അരുവി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഉദ്ദേശിച്ചാല് ദോ ചഷ്മി ഹായ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് കണ്ണുള്ള ഹായ് എന്ന അർത്ഥം നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ് ആ ഹ എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ഈ ഹായ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിനെ സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്നിനെ ഒന്ന് ശ്രദ്ധ കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ്. ആ അക്ഷരം തന്നെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. ഉദാഹരണമായിട്ട് നോക്കാം. ഇതിവിടെ തന്നിരിക്കുന്നത് ധ എന്നാണ്. ധ ധ ധ. അപ്പൊ ഇവിടെ ധ എന്ന് പറയുമ്പം ഒരു നമ്മളുടെ ഒരു വായിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ധ എന്ന് പറയുമ്പോൾ ആ ഒരു എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഢ ഡ രാധ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഈ ഹ എഴുതുന്നത് എന്ന് നോക്കാം. നമ്മൾ എഴുതുന്നത് ഈ രൂപത്തിലാണ്. ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്കതിനെ എഴുതാവുന്നതാണ്. ധ എന്നുള്ള ആ ഒരു സ്ട്രെസ്സിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ രാധ എന്ന് എഴുതുമ്പോൾ ഈ ധ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരമാണ് നമ്മൾ ഈ സ്ട്രെസ്സിങ് ഉപയോഗിക്കുന്നത്. നോക്കാം. ഇതിനെ ദ എഴുതി ധ ധ എന്ന് വന്നു. അപ്പൊ രാധ എന്ന് എഴുതുമ്പോ ഈ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത്. നോക്കാം. അതുപോലെ കഥ കഥ ഇതുപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ധാരാളം പദങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ധ ഢ ഡ രാധ. ഇനി അടുത്ത് നോക്കാം. ഭ. ഇങ്ങനെയുള്ള ഒരുവിധം അക്ഷരങ്ങളുടെ ഒക്കെ കൂടെ ഈ ഒരു ഹ ദ്വജഷ്മി ഹ വരുന്നുണ്ട്. നോക്കാം. സ്ട്രെസ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭ ഭ ധ ഠ ട ഇങ്ങനെയൊക്കെ എഴുതുന്നത്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഇത് കൂട്ടിയെഴുത്തിൽ വരുന്നത് എന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഭ എന്നുള്ളത്. ഭ എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഭ എന്നുള്ളത് നമ്മളുടെ ഭ ബ പ്ലസ് ഹ ഇത് കൂടിയതാണല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ നോക്കാം. ഭയുടെ പകുതി എടുത്തു, അതിനുശേഷം നമ്മളുടെ ഹായിനെ ചേർത്തു, ഭ എന്നായി മാറി. ഭായുടെ പകുതി എടുത്തു, ദോ ചഷ്മി ഹ ഇവിടെ ചേർത്ത് കൊടുത്തു, ഭ എന്നായി മാറി. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഭായി എങ്ങനെ എഴുതാം. ഭായി സഹോദരൻ എന്ന് നമ്മൾ പറയല്ലോ, ഭായി എന്നുള്ളത്. ഭ ഭ ഈ രൂപത്തിലാണ് ഭ എന്നുള്ള അക്ഷരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ എന്നുള്ളതാകുമ്പോൾ നോക്കാനൊന്നുമില്ല. ഇതിൽ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഭാര്യയുടെ കൂടെ രണ്ട് നുക്ത കൂടി ചേർത്ത് കൊടുത്താൽ എന്തായി, പ എന്നായി മാറി. അപ്പൊ ഇത് ഭ എന്നായി മാറി. ഇതുപോലെ ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ അക്ഷരങ്ങളും നമുക്ക് ഇതുപോലെ ധ എന്നായി ട എന്നായി മാറി. ഇനി നമുക്ക് നോക്കാം. അടുത്ത ഗ്രൂപ്പിൽപ്പെട്ടതാണ് ജ എന്നുള്ളത്. ജ എന്നുള്ളത്
ജായുടെ പകുതി എടുത്തു, ശേഷം ഹ ചേർത്ത് കൊടുത്തു. ഝ, ഛ. അടുത്ത ഗ്രൂപ്പാണ് നമ്മുടെ കാഫ് ഗ്രൂപ്പ്. അപ്പൊ കാഫ് ഗ്രൂപ്പിന്റെ കൂടെ കൂടുമ്പം ഖ, കായുടെ ഇത്ര എടുത്തു, ചേർത്ത് കൊടുത്തു. ഖ, ഘ. ഈ രൂപത്തിൽ നമുക്ക് ഇതിനെ എഴുതാവുന്നതാണ്. ഇനി അടുത്ത ഗ്രൂപ്പാണ് നമ്മളുടെ ദാൽ ഗ്രൂപ്പ്. ദാൽ ഗ്രൂപ്പിൽ വരുമ്പോൾ ദാൽ എഴുതി, ഹ എന്നായി, ധ എന്നായി മാറി. ധ. ഇനി ഥ എന്ന് എഴുതുമ്പോൾ ഥ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രാധ എന്നുള്ളതിൽ വന്നു. ഇനി ഈ രൂപത്തിൽ നമുക്ക് അടുത്ത ഗ്രൂപ്പിൽ വരുമ്പോൾ നോക്കാം. റ എന്നുള്ളത്, റ ഗ്രൂപ്പിൽ വരുമ്പോൾ റ വന്നു, നമ്മളുടെ ഹ ചേർത്ത് കൊടുത്തു. ര എന്നാണ് ഇപ്പം വരുന്നത്. ഢ എന്നാണ് ഇത് വരുമ്പോൾ. ഢ, ഢ എന്നാണ്. ഖ എന്നാണ്. ഘ എന്നാണ്. ഈ രൂപത്തിൽ നമുക്ക് ധാരാളം പദങ്ങൾ നമുക്ക് ഈ ഒരു ദോചഷ്മി ഹ ഉപയോഗിച്ച് എഴുതേണ്ടി വരുന്നുണ്ട്. ഇവിടെ നോക്കാം, ഝണ്ട, ഝ എന്ന് കൊടുക്കാനുണ്ട്. ജഹണ്ട എന്ന് വായിക്കൂല, ഝണ്ട ഇത് വരുന്നുണ്ട്. ഗോപി, ഗോപി. റീച്ച്, മാഥ, മാഥ. അന്ധ, മോണ്ട. ഇവിടെ മോണ്ട എന്നേ ഉള്ളൂ, അരിഫ് വിട്ടു പോയതാണ്. മോണ്ട. രാധ, ഗുഫ, ഭുജ്ന, ഭുജ്ന. നോക്കാം, ഇവിടെ കുറച്ച് പദങ്ങളോ അതിന്റെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. ധൻ, അന്ധ, ബുധ്, ഢോൽ, മോണ്ട, രാധ, ജണ്ട, ഭുജ്ന, മുജ്, ഛടി, ബച്ഛട, റീച്ച്, ഖീർ, ഭംഗ, ഭംഗ്, ഖടി, ഗടി, ഗംഗ, ഗംഖ, ഗംഖ, ഗംഗല കങ്ക, സോങ്, സൂങ്. ഇനി അടുത്തതാണ് ഭാലു, ഗോപി, ചുപ്, ഫൂൽ, ഗുപ്പ, ധൻ, മാഥ, രഥ്, ടഗ്, ബൈഠ്ന, മഠ്. മഠ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മഠം എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് മഠ് എന്നുള്ളത്. ധൻ എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് അറിയാം. വെൽത്ത്, ഡോൽ, ഡ്രം, അന്ധ, മോണ്ട, ബുധ്, ബുധ് പറഞ്ഞ വെനസ്ഡേ. ജണ്ട, ജണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാഗ്. അതുപോലെ തന്നെ ഭുജ്ന, ഭുജ്ന അണയിക്കുക, കെടുത്തുക എന്നുള്ളതിനാണ് ഭുജ്ന എന്നുള്ള ഉപയോഗിക്കുന്നത്. ഗോപി, ഗോപി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവറിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കാം, മുജ്, മീ എന്നുള്ളതിൽ ഉപയോഗിക്കുന്നതാണ്. താഴേക്ക് നോക്കാം, ചടി, വടി, ചടി, ബച്ഛട, റീച്ച്, ഖീർ, ഭംഗ, പങ്ക നമ്മൾ ഉപയോഗിക്കുന്ന പങ്ക, പങ്ക് ചിറക്. അതുപോലെ തന്നെ ഖടി, ഗഡി എന്നാണ്. ഗഡി എന്നാകുമ്പോൾ വാച്ച്, കെടി എന്നാകുമ്പോൾ എണീറ്റ് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കങ്ക, കോമ്പ് എന്ന് വെച്ചാൽ ചീർപ്പ്, വാരുക, ചീർപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കങ്കി എന്നുള്ളതിന് കങ്ക കർണ വാരുക എന്നുള്ളത്. സൂങ്, സ്മെല് ചെയ്യുക എന്നുള്ളത്. ഭാലു, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗോപി പറഞ്ഞു. ചുബ്, പിഞ്ച്, ചുബന. ഫൂൽ, ഗുപ്പ, ധൻ, മാഥ, ഫോർഹെഡ്, നെറ്റി എന്നുള്ളതിലാണ്. രഥ്, രഥം. അതുപോലെ തന്നെ ടഗ്, മുട്ടി. മുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നമ്മളുടെ എന്താ പറയാ, മുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മുഴങ്കൈ എന്ന് പറയില്ലോ, അതിനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പിടിക്കുന്ന ഈ കൈ ഇതിനാണ് പറയുന്നത് മുട്ടി എന്നുള്ളത്. നോക്കാം, മഠ്, മഠ് എന്ന് പറഞ്ഞാൽ കോൺവെന്റ്, മഠം എന്നുള്ളതാണ്. ഇത് നോക്കാം, ബൈഠ്ന, ബൈഠ്ന ഇരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിലുള്ള പദങ്ങളൊന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അടുത്ത ദിവസം മുതൽ ബാക്കി നോക്കാം.